ഹലോ മൈ ഡിയേഴ്സ്, നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു പ്രപഞ്ചം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഗൈഡൻസ്, നിങ്ങൾ അറിയേണ്ട ആ ഒരു കാര്യം, നമുക്കൊരു സിംഗിൾ കാർഡ് എടുത്തുകൊണ്ട് നിങ്ങളുടെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ചലോ, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ സ്പിരിറ്റ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ്. സോ നമ്മൾ ആ ഒരു കാർഡ് ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. ആൻഡ് നമുക്കൊന്ന് കാർഡ് റിവീൽ ചെയ്ത് നോക്കാം. യെസ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഔട്ട്കമാണ് വന്നിട്ടുള്ളത്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു കാർഡാണ്. സോ നിങ്ങളൊന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കുക. നിങ്ങൾക്കൊന്ന് ആശ്വസിക്കാനുള്ള ഒരു ടൈമുണ്ട്. കാരണം ഈ ഒരു എനർജി എന്ന് പറയുന്ന അബൻഡൻസ്, സ്റ്റെബിലിറ്റി, സെൽഫ് വർത്ത്, നർച്ചറിങ്ങിൻ്റെ ഒക്കെ ഒരു എനർജിയാണ്. വളരെയധികം പോസിറ്റിവിറ്റി ഉള്ള ഒരു എനർജിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. സോ ഈ ഒരു കാർഡ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മെയിൻ കാര്യം, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ലൈഫ് ബിൽഡ് ചെയ്യണമോ, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫ് ബിൽഡ് ചെയ്യണമോ അതിനുള്ള കഴിവുകൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ കുറച്ച് അൺസ്റ്റേബിൾ ആണെങ്കിൽ കൂടി നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപാട് സ്ട്രോങ്ങർ ആവാൻ കപ്പാസിറ്റി ഉള്ള വ്യക്തിയാണ് നിങ്ങൾ. ശരിക്കും നിങ്ങളുടെ പവർ റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ഒന്ന് ടേക്ക് കെയർ ചെയ്യാൻ പോകേണ്ട ഒരു സമയമാണ്. കാരണം നിങ്ങൾക്ക് ആ ഒരു ടൈം അതിക്രമിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളെ റിമൈൻഡ് ചെയ്യുന്നൊരു കാര്യം, നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്വയം സമയം കൊടുക്കുക, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സ്നേഹം എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കും കൊടുക്കുക. ഓക്കെ, പക്ഷേ യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് കുറച്ചുകൂടി നിങ്ങളെ കെയർ ചെയ്യണം എന്നാണ്. നിങ്ങളുടെ ആരോഗ്യത്തിലേക്ക് ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീട്, നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാത്തിനും ഒരു കരുതൽ നിങ്ങൾ കൊണ്ടുവരേണ്ട ഒരു സമയമാണ്. ആൻഡ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളുടെ മനസ്സമാധാനത്തെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ടൈം കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾ പണത്തെക്കുറിച്ച്, റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയാണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ, സ്ലോയിലാണെങ്കിൽ കൂടി, പതുക്കെയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഔട്ട്കം കിട്ടുന്നതാണ്. നിങ്ങൾക്കൊരു സോളിഡ് ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഒന്നിനും നിങ്ങൾ ധൃതി പിടിക്കേണ്ട. നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോയാൽ മതി. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും.